ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ, അതായത് ഐഫോൺസ്, മാക്ബുക്ക്, ഇതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ഒരു സർവീസ് എക്സ്പീരിയൻസ് ആണ്. ഇത് ആക്ച്വലി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെയും കൂടിയിട്ട് ആളുടെ മാക്ബുക്ക് കംപ്ലൈൻ്റ് ആയിട്ട്, ഇതുപോലെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇവരുടെ ഓതറൈസ് സർവീസ് ഉണ്ട്. ഓതറൈസ് സർവീസ് ഒന്നാമത് ഇവിടെ ഇല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞപ്പോൾ മാക്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടാകുന്നത് ഇതേപോലെ തന്നെ വേറെ കുറേ ഏജൻസികളാണ്. ഇവരുടെ മെയിൻ ഓതറൈസ് സർവീസ് എന്ന് പറയുന്നത് ആകെ മുംബൈയിലും ഡൽഹിയിലും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഏജൻസികളാണ്, അതായത് ഇമാജിൻ, അങ്ങനെ കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ഇവരുടെ സ്റ്റോറിൽ നിന്ന് തന്നെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ച സാധനവും ഇവിടെയും സർവീസ് സെൻ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വേറൊരു സംഭവം ഉണ്ട്, ഞാൻ അതും എന്താ പറയുക സംഭവം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ആക്ച്വലി പിക്കപ്പ് അറേഞ്ച് ചെയ്യും. പിക്കപ്പ് അവർ തന്നെ, എന്താ പറയുക, ബ്ലൂ ഡാട്ടാണ് നോർമലി ഇവരുടെ പിക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെ പ്രൊഡക്റ്റ് വന്നിട്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ബ്ലൂ ഡാട്ടുകാർ തന്നെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ തന്നെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകില്ല. പിന്നെ എക്സ്ട്രാ ചാർജസും കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും അവർ ഇമെയിൽ ത്രൂ മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യും. കറക്റ്റായിട്ട് എന്താ പറയുക, അവർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അവർ ആദ്യം റീഷിപ്പ് ചെയ്തു, അല്ലെങ്കിൽ അത് കംപ്ലയിൻറ്റ് ശരിയാക്കി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും അപ്ഡേറ്റ്സ് നമുക്ക് ഇമെയിലായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഫിസിക്കൽ സർവീസ് സെൻ്ററിൻ്റെ കാര്യം പറയാം. ഇത് അവരുടെ അവരുടെ അതേ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സർവീസും നല്ല സംഭവമൊക്കെ കിട്ടിയിട്ട്. പക്ഷേ അത്യാവശ്യം ഒരു 3-4 ദിവസം പിടിച്ചു, 5 ദിവസം പിടിച്ചു മെയിനായിട്ട് സാധനം കിട്ടാൻ, ഡിസ്പ്ലേ മാറി കിട്ടാൻ. പറയുമ്പോൾ അതിൽ ആപ്പിൾ കെയർ പ്ലസ് പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അണ്ടർ വാറണ്ടി ആയിരുന്നു സാധനം. പക്ഷേ ഡിസ്പ്ലേ ക്രാക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാധനത്തിൽ ഇങ്ങനെ ലൈൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആക്ച്വലി മാറി കിട്ടിയിട്ട് ഓൾമോസ്റ്റ് ബില്ല് അവരടിച്ചത്. പക്ഷേ ബില്ല് വന്നത് 31,000 സംതിങ് ഒക്കെയാണ്, 30 സംതിങ് ആണ് ബില്ല് വന്നിട്ടുണ്ട്. പക്ഷേ പേയും ചെയ്തേണ്ട വന്നില്ല. പക്ഷേ അത്രയും റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം വരുന്നത്. നമ്മളെ കയ്യിൽ 30,000 പോയി. നമ്മുടെ ഇപ്പോൾ ഇത് M2 ആയിരുന്നു, M2ൻ്റെ എയർ ആയിരുന്നു. M2 എയർ എന്ന സാധനമായിരുന്നു. എനിക്ക് തോന്നണ വാങ്ങിച്ചേക്കുന്നത് 88 ആ റേഞ്ചിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡിസ്പ്ലേക്ക് മാത്രം തന്നെ 30,000 സംതിങ് റേഞ്ചാണ് ബില്ല് വരുന്നത്. അപ്പോൾ ആപ്പിൾ കെയർ പ്ലസിന് എടുക്കാത്തവരാണെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ സംഭവം വരികയാണെങ്കിൽ പണി കിട്ടി. അപ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയിക്കും, ആപ്പിളിൻ്റെ പാർട്സും സർവീസും ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇത് അണ്ടർ വാറണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല സർവീസ് കിട്ടി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ ക്വാണ്ടിറ്റി തന്നെ അവർ തന്നെ പിക്കപ്പ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒരു 10 ദിവസം 8 ദിവസമൊക്കെയാണ് പറയുന്നത് ഇവർ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഒരു ഡെലിവറി ചെയ്ത് തരും കേട്ടോ. അതിലായാലും നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ മാക്ബുക്ക് അങ്ങനെ വാറണ്ടിയിലാണെങ്കിൽ എക്സ്ട്രാ ചാർജുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എത്രയും നല്ല കത്തി ചാർജ്, എക്സ്ട്രാ സർവീസ് ചാർജും വരും. ഈ സംഭവങ്ങളും ഇത് നമ്മുടെ പാർട്സിൻ്റെ ചാർജും സംഭവം മാത്രമല്ലാണ്ട് തന്നെ എക്സ്ട്രാ സർവീസ് ചാർജും വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവരുടെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരിക്കും. 3,000 രൂപ പ്ലസ് GST അങ്ങനെ സംഭവമൊക്കെ വരും. അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആപ്പിൾ കെയർ പ്ലസ് എടുക്കുന്നത് നല്ലതാണ്. അല്ലാത്ത പക്ഷം ഈ സാധനത്തിലേക്ക് പോകാണ്ടിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ നല്ല ബില്ല് വരും കേട്ടോ. അത് മാത്രമല്ല, ഇപ്പോൾ നല്ല അത്യാവശ്യം കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഞങ്ങൾ സ്റ്റോർ പോയപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഫോണുകളും മാക്ബുക്കും ഒക്കെ സർവീസിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 5 ദിവസം പിടിച്ചത്. ഓൾറെഡി അത് ക്യൂവിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, നല്ല പോലെ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, കുറേ പേര് എന്താ പറയുക കഷ്ടപ്പെട്ട് 3 കൊല്ലം 4 കൊല്ലം സേവ് ചെയ്തിട്ടൊക്കെ ഐഫോൺ എടുക്കുന്നവരൊക്കെ ഉണ്ട്. എന്നിട്ട് ഇത് കൊടുക്കില്ല, 1 കൊല്ലം കഴിഞ്ഞാൽ പണിയും കിട്ടും ചെയ്യും. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഡിസ്പ്ലേക്കും നമ്മുടെ ഐഫോണിലും ഇഷ്ടം പോലെ നമ്മുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ, ഡിസ്പ്ലേ വൈറ്റ് സ്ക്രീൻ ആവുന്ന ഇഷ്യൂ, അങ്ങനത്തെ ഇഷ്ടം പോലെ ഇഷ്യൂസ് വരുന്നുണ്ട്. എല്ലാ ഓൾറെഡി ഡിസ്പ്ലേക്കും ഇതുപോലെ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ മാത്രമല്ല, ഏറ്റവും കൂടുതൽ സാംസങ് ആണ് മാത്രം, അത് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. ബാക്കി എല്ലാ ബ്രാൻഡുകളും അപ്പോൾ OnePlus കാര്യങ്ങളൊക്കെ അത് സോൾവ് ആക്കിയപ്പോൾ അവർ ഒരു ലേറ്റസ്റ്റ് ലെയറൊക്കെ വന്നിട്ട് നമ്മൾ പ്രൊട്ടക്ഷനൊക്കെ അതിൻ്റെ പിന്നിൽ അവർ വർക്ക് ചെയ്തു. സാംസങ്ങും കണക്കാണ്. ആപ്പിൾ പിന്നെ തന്നെ അഡ്രസ്സേ ചെയ്തിട്ടില്ല. അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ല, അങ്ങനത്തെ മട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആപ്പിൾ പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ എന്തുകൊണ്ടും എൻ്റെ എക്സ്ട്രാ വാറണ്ടി എടുക്കാൻ മറക്കരുത്, ആപ്പിൾ കെയർ പ്ലസ് എടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഇത് കൊടുക്കുന്ന ആളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം പണി കിട്ടിയാൽ പിന്നെ നിങ്ങൾ പുതിയ സാധനം വാങ്ങിക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും. എന്താ വെച്ചാൽ നിങ്ങൾ 30,000 40,000 പറയുമ്പോൾ 50,000 രൂപയ്ക്കാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാപ്ടോപ്പ് കിട്ടും. വിൻഡോസിൻ്റെയും വേണ്ട M1 തന്നെ കിട്ടും ഇപ്പോൾ 10,000-60,000 രൂപയ്ക്ക്. അപ്പോൾ M2ന് എൻ്റെ ഡിസ്പ്ലേക്ക് 30,000 35,000 രൂപ. ഇപ്പോൾ വാറണ്ടി ഇല്ലെങ്കിൽ എക്സ്ട്രാ 30,000 36,000 വരും സർവീസ് ചാർജ് അടക്കം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതിൻ്റെ പകുതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ വൻ നഷ്ടമാണ് നന്നാക്കാൻ പോണത്. അതിനോടൊന്ന് പോയി തീർക്കല്ലേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സാധനം എടുക്കാം കേട്ടോ. സർവീസ് നോക്കിക്കഴിഞ്ഞാൽ
കുഴപ്പമില്ലാത്ത സർവീസ് തരുന്നുണ്ട്. പ്രത്യേകിച്ച് വാറണ്ടിയിലാണെങ്കിൽ, ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ നമ്മൾ നല്ല കാശും വരും, സംഭവമൊക്കെ വരും. എന്താ വെച്ചാൽ മെയിനായിട്ട് ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഒരു ഓതറൈസ് സർവീസ് സെൻറ്റർ ഇവിടെ ഇല്ല. ഇവരുടെ പിക്കപ്പ് സർവീസും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ ഇവരെല്ലാ പിൻകോഡിലും ഇതുപോലെ പിക്കപ്പ് സർവീസും കാണുന്നു വരുന്നില്ല. നമ്മളിപ്പോൾ മെയിൻ ടൗണിലായതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂ ഉണ്ടായില്ല. പക്ഷേ നിങ്ങളുടെ പിൻകോഡ് ഇപ്പോൾ അത്യാവശ്യം ഉള്ളിലത്തെ ഏരിയയിലേക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ബ്ലൂ ഡാർട്ട് സർവീസും കാണുന്നുണ്ടാവുന്നു. അപ്പോൾ അങ്ങനത്തെ സമയത്ത് പണി വരാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ ഇവർ ബ്ലൂ ഡാർട്ടാണ് ടൈപ്പ്. ബ്ലൂ ഡാർട്ടും ഉണ്ട്, DTC ഉണ്ട്. അവരാണ് ടൈപ്പ് വരുന്നത്. ഇവരുടെ DHL ഉണ്ട്. എന്താ പറയുക, ഫോറിൻ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ അവരെനിക്ക് തോന്നുന്നു അവിടേക്കൊന്നും സർവീസ് ഇല്ലെങ്കിൽ പെടും. അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചിലപ്പോൾ അവർ നിങ്ങളെ കൊണ്ട് അയപ്പിക്കാനൊക്കെ പറയും. അങ്ങനെയൊക്കെ സംഭവമൊക്കെ വരും. അപ്പോൾ പണിയായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം ആപ്പിളിൻ്റെ പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽസ് കാണാത്തൊരു കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കിയാൽ മതി, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയിക്കും ഞാൻ ആപ്പിളിൻ്റെ പ്രോഡക്ട്സൊക്കെ എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്തിട്ടുള്ളതാണ്. അൺബോക്സിങ്ങുകളൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് ആപ്പിൾ ഫുൾ വിറ്റ് ഒഴിവാക്കിയത്, ഇൻക്ലൂഡിങ് വാച്ച് അടക്കം. ആപ്പിൾ വാച്ച് അൾട്ര അടക്കം ഞാൻ വിറ്റ് ഒഴിവാക്കിയതാണ്. അപ്പോൾ എൻ്റെ ഒറ്റ പ്രൊഡക്റ്റ് ഇല്ല ആപ്പിളിൻ്റെ. ഞാൻ ആപ്പിളിൻ്റെ മാക്ബുക്ക് യൂസറായിരുന്നു, എന്താ പറയുക, ഐപാഡ് യൂസറായിരുന്നു, ഐഫോൺ യൂസറായിരുന്നു, ഇവരെല്ലാം ഉണ്ടായിരുന്നു. ആപ്പിൾ TV ഒഴിച്ച് ബാക്കി എല്ലാ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആപ്പിൾ വാച്ച് അൾട്രയാണ്. പക്ഷേ ഞാൻ ബാക്കി എല്ലാ സംഭവങ്ങളും ഒഴിവാക്കിയത് കൊണ്ട് തന്നെ പിന്നെ ആ സാധനം ഉപയോഗിക്കാൻ പറ്റണ്ടായി. എന്ന് വെച്ചാൽ ഇത് വേറെ OS ആയിട്ട് സപ്പോർട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ആപ്പിൾ വാച്ച് അൾട്ര വിറ്റത്. അല്ലെങ്കിൽ ഞാൻ വിൽക്കില്ലായിരുന്നു ആപ്പിൾ വാച്ച് അൾട്ര. ബാക്കിയൊക്കെ എനിക്ക് മതി. പ്രത്യേകിച്ച് iOS 18 ശേഷം ഐഫോണും മതി. അങ്ങനെയാണ് ഞാൻ അതെല്ലാം വിറ്റത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത് കാണാം.